എൻ്റെ പ്രിയമുള്ളവരോട് സ്നേഹപൂർവ്വം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടു, അതല്ലെങ്കിൽ ഏതെങ്കിലും തിന്മയുടെ മാർഗത്തിലേക്ക് അവർ സഞ്ചരിച്ചു. നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ മക്കളെക്കാൾ മുമ്പേ നാം കുറ്റം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെയും അവരിടപെടുന്ന അവരുടെ കൂടെ നടക്കുന്ന പ്രിയമുള്ളവരെ ആയിരിക്കും. അധികം ആൾക്കാരും മക്കളെ പഠിച്ചു നടക്കാറില്ല. അവർക്ക് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ആ കാരണത്തെ ചാർത്തലാണ് ഏറ്റവും വലിയ അത്യാവശ്യം. എന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരു നബിയുടെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. മഹാനായ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായ യൂസുഫ് നബിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ചെറുപ്പത്തിൽ തന്നെ തന്റെ പ്രിയപ്പെട്ട പിതാവിൽ നിന്ന് സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അതിനുശേഷം തിന്മകൾ കളിയാടുന്ന അടിമച്ചന്തകളിലായിരുന്നു പിന്നീടുള്ള ജീവിതം. അത് കഴിഞ്ഞ് കൊട്ടാരത്തിൽ സുലേഖ എന്ന സൗന്ദര്യവതിയായ രാജകുമാരിയുടെ മോശപ്പെട്ട പ്രവർത്തനം കാരണം വിഷമിച്ച നാളുകൾ. അതിനുശേഷം കള്ളന്മാരും കൊള്ളക്കാരും മോശപ്പെട്ടവരും പിടിച്ചുപറിക്കാരും ലഹരിക്കടിമപ്പെട്ടവരും അരങ്ങ തകർത്തുകൊണ്ടിരുന്ന കാരാഗ്രഹത്തിൽ, അതായത് ജയിലിന്റെ ഉള്ളറയിൽ ദീർഘകാലം അവിടെ മഹാനവറുകൾ ചെലവഴിക്കേണ്ടി വന്നു. അപ്പോഴൊന്നും മഹാൻ വഴിതെറ്റിയിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, മോശപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ചെറുപ്പകാലം മുതൽ അവിടുന്ന് ഇടപെട്ട എല്ലാ മേഖലകൾ പെട്ടവരും തിന്മയിൽ ആണ്ടുപൂണ്ട് വെള്ളയാടികൾക്കിടയിലാണ്. അപ്പോഴും മഹാൻ ചീത്തയായിട്ടില്ല. കാരണം അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു അവരെ പിടിച്ചു നിർത്തിയത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ ഇല്ലാതായതും അത് തന്നെയല്ലേ? ഞാൻ ഈ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് തിന്മയിലേക്ക് പോയാൽ എൻ്റെ പടച്ചവൻ കാണുന്നുണ്ടെന്നുള്ള യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം. നമ്മുടെ കൈകൾ ഒരൽപ്പം നജസ് പറ്റി, വളരെ ദുർഗന്ധമുള്ളതാ. നല്ല സുഗന്ധമുള്ള സോപ്പിട്ടത് കഴുകി നല്ല അത്തറ് പൂശിയാൽ ആ നജസ് കൊണ്ട് ദുർഗന്ധം പെട്ട സ്ഥലത്ത് നല്ല ഭംഗിയുള്ള സുഗന്ധം പരക്കുമെങ്കിൽ നമ്മുടെ മക്കൾ നല്ലവരാകാൻ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം വേണം. ആ നല്ല മക്കൾ തിന്മകൾപ്പെട്ട കൂട്ടുകാരുമായി ഇടപെടുമ്പോൾ ആ കൂട്ടുകാരിലും നിങ്ങളുടെ മക്കളുടെ സുഗന്ധം പരക്കണം. അവർ നന്മയിലേക്ക് എത്തണം. അല്ല, നമ്മുടെ മക്കൾ തിന്മയിലേക്ക് പോകേണ്ട മക്കളല്ല. അങ്ങനെ പോകുന്നെങ്കിൽ അവരുടെ ഉള്ളിലെ വിശ്വാസത്തിൽ അവർക്ക് പൂർണ്ണതയില്ല. അവരുടെ ഈമാൻ കറകളഞ്ഞ ഈമാൻ ആയിട്ടില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. മനസ്സിലാക്കൂ, അള്ളയിലേക്ക് എടുക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കൂ. അതിന് നാമും ആ രൂപത്തിലുള്ളവരാകണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ എല്ലാ രാത്രിയിലും 9:30 ഹബീബിയ ആത്മീയ മജ്ലിസ് ഉണ്ടാകും. താല്പര്യമുള്ളവർ, അതിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രശ്നപരിഹാരത്തിൻ്റെ ദിക്റും നമ്മൾ ഒരുമിച്ച് ചൊല്ലി അള്ളാഹുവിനോട് ദുആ രക്കുന്ന മജ്ലിസാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.